നമസ്കാരം. വാഴ 2 എന്ന ചിത്രമാണ് ഇന്നെങ്ങും ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സുപരിചിതമായ കുറച്ച് മുഖങ്ങൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. നവാഗതനായ സവിൻ എസ്സയുടെ സംവിധാനത്തിൽ വിപിൻ ദാസ് തിരക്കഥയൊരുക്കിയ ചിത്രത്തിന് ആദ്യം മുതൽക്കേ വലിയ ഹൈപ്പാണ് ലഭിച്ചത്. തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നത്. അതിനിടെ ചിത്രത്തിന്റെ സുപ്രധാന രംഗങ്ങൾ ഉൾപ്പെടെയുള്ളവ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുന്നത് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. ഇതിൽ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഏവരും കാത്തിരിക്കുന്നത്. വാഴ എന്ന ചിത്രത്തിനപ്പുറത്തേക്ക് മറ്റുള്ള സിനിമാ വിശേഷങ്ങൾ കൂടെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയായ പേട്രിയറ്റിന്റെ വരവിനായാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് രജനീകാന്ത് ചിത്രമായ ജയിലർ 2വിന്റെ വരവിനായാണ്. ആദ്യ ഭാഗം പോലെ തന്നെ രണ്ടാം ഭാഗവും മികച്ച വിജയം നേടുമെന്നാണ് സിനിമ അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. ആന്റണി വർഗീസ് പെപ്പെ ചിത്രമായ കാട്ടാളനും മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ടൊവിനോ തോമസ്, ഡിജോ ജോസ് ആന്റണി കൂട്ടുകെട്ടിലെത്തുന്ന പള്ളിച്ചട്ടമ്പിയും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഏപ്രിൽ 10-നാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകിയതോടെ റിലീസ് നീട്ടിവെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ സിനിമ നേടാൻ പോകുന്ന കളക്ഷൻ എത്രയാകുമെന്ന ആകാംക്ഷ ആരാധകരിലുണ്ട്. എന്തായാലും ഈ സിനിമകളുടെയൊക്കെ വിശേഷങ്ങളിലേക്കാണ് സിനിമാ തട്ടകം പോകുന്നത്. ആദ്യം തന്നെ വാഴ 2 എന്ന ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. വേനൽ ചൂടും ഇലക്ഷൻ ചൂടും അവധിക്കാലവുമൊക്കെ ഒത്തുചേർന്ന ഈ ഏപ്രിൽ മാസത്തിൽ കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ ഫാമിലി ഡ്രാമയാണ് വാഴ 2. ആനന്ദ് മേനോന്റെ സംവിധാനത്തിൽ വിപിൻ ദാസ് രചിച്ച വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സിന്റെ രണ്ടാം ഭാഗമായി എത്തിയ വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് തിയേറ്ററുകൾ നിറച്ചു മുന്നേറുകയാണ്. ഇൻസ്റ്റഗ്രാം താരങ്ങളായ ഹാഷിർ, അലൻബിൻ സിറാജ്, വിനായക്, അജിൻ ജോയ്, ദേവരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സവിൻ ഒരുക്കിയ ചിത്രം ഇരു കൈകളും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. മലയാള സിനിമാ പ്രേക്ഷകരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറച്ച ചിത്രം മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത്. റിലീസ് ദിനം മുതൽ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആദ്യ സിനിമയുടെ തുടർച്ചയായിരിക്കും രണ്ടാം ഭാഗമെന്നായിരുന്നു നിഗമനമെങ്കിൽ മനോഹരമായ ചില ബന്ധങ്ങളല്ലാതെ വാഴയ്ക്കും അതിന്റെ രണ്ടാം ഭാഗത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവയാകട്ടെ മികച്ച തിരക്കഥയിലൂടെ മനോഹരമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മികച്ച കാഴ്ചയൊരുക്കുകയും വൻ വിജയം നേടുകയും ചെയ്യുന്ന പല ചിത്രങ്ങളും രണ്ടാം ഭാഗത്തിലെത്തുമ്പോൾ പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷ കൊണ്ടും ആദ്യത്തേതിനേക്കാൾ മുകളിൽ നിൽക്കണമെന്നുള്ള അമിത സമ്മർദ്ദം കൊണ്ടും താഴേക്ക് പോകുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ വാഴയും വാഴയുടെ രണ്ടാം ഭാഗവും രണ്ട് വ്യത്യസ്ത സിനിമകളായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ആദ്യ ഭാഗം നൽകിയ എല്ലാ ഹൈപ്പും പവറും അതുപോലെ തന്നെ നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. എല്ലാ പ്രായക്കാരെയും ഒരുപോലെ കൂടെ കൂട്ടി 2.25 മണിക്കൂർ തികയ്ക്കുകയാണ് വാഴ 2. സമീപകാലത്ത് തമിഴിലും മലയാളത്തിലും പരീക്ഷിച്ച് വിജയിച്ച കോമഡി ഡ്രാമ ഫോർമുല തന്നെയാണ് ഈ ചിത്രവും പിന്തുടരുന്നത്. ഹ്യൂമറിൽ തുടങ്ങി ഇമോഷണൽ ഡ്രാമയിലൂടെ കടന്ന ശുഭപര്യവസാനമായി ചിത്രം അവസാനിക്കുന്നു. വാഴ, വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നീ സിനിമകളിൽ വിജയിച്ച പരീക്ഷണം വാഴ 2വിലും ടീം തുടരുമ്പോൾ എവിടെയും കല്ലുകടി അനുഭവപ്പെടാത്ത വിധം സിനിമ നിർമ്മിക്കാൻ അണിയറ പ്രവർത്തകർക്കായി. ഒരുപാട് വീടുകളിലെ ആൺകുട്ടികളുടെ പ്രശ്നങ്ങളിലൂടെയാണ് വാഴ സഞ്ചരിക്കുന്നതെങ്കിൽ ഒരുപാട് വീടുകളിലെ സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ സൗഹൃദങ്ങളുടെയും കഥയാണ് രണ്ടാം ഭാഗം പറയുന്നത്. ആദ്യ ഭാഗത്തിൽ വാഴയാകുന്നത് ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ വാഴ 2വിൽ പെൺകുട്ടികളും ഈ ലേബലിലുണ്ട്. ലിംഗസമത്വം ഉറക്കെ പറയുന്ന കാലത്ത് ആൺകുട്ടികൾക്ക് മേലെ നിൽക്കും പല കാര്യങ്ങളിലും പെൺകുട്ടികളെന്ന് സിനിമ കണ്ടുറങ്ങുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. കൗമാര പ്രശ്നങ്ങൾ, സൗഹൃദം, സാഹോദര്യം, പ്രണയം, പാരന്റിംഗ്, അധ്യാപനം, അന്ധവിശ്വാസങ്ങൾ, ലഹരി ഉപയോഗം, വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടേറെ വിഷയങ്ങൾ ഈ ചിത്രം സംസാരിക്കുന്നു. അതിനിടയിലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധവും സൗഹൃദവും തന്നെയാണ് ചിത്രത്തിന്റെ കാതലെന്ന് നമുക്ക് എടുത്തു പറയാം. തമാശയും ഇമോഷനും എല്ലാം കോർത്തിണക്കി അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ മികച്ചു തന്നെ നിൽക്കുകയാണ്. ക്ലാസ്സിലെ ഉഴപ്പന്മാരായ ബാക്ക് ബെഞ്ചേഴ്സ് ഗ്യാങ്ങും അവരുടെ കൗമാര പ്രണയവും സൗഹൃദവും അവർ എത്തിപ്പെടുന്ന പ്രശ്നങ്ങളുമൊക്കെയായി സംഭവബഹുലമാണ് ആദ്യ പകുതി. തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയാണ് ആദ്യ പകുതിയിൽ സിനിമയുടെ സഞ്ചാരം. ഒരു ഗ്രാമവും അവിടുത്തെ ജീവിതവും ഗ്രാമത്തിലെ സ്കൂളുമെല്ലാം ചേർന്നുള്ളതാണ് ആദ്യ പകുതി. വാഴയിൽ ആദ്യ ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗ് വരെ ഒന്നിച്ചു പഠിക്കുന്നവരുടെ സൗഹൃദം സൃഷ്ടിക്കുന്ന ഗുലുമാലുകളാണ് വീട്ടുകാർക്ക് തലവേദനയാകുന്നത്. എന്നാൽ രണ്ടാം ഭാഗത്തിൽ സ്കൂളിന് തലവേദനയാകുന്ന +2കാരാണ് പ്രധാന താരങ്ങൾ.
കുട്ടികളെ അടിച്ചോടിച്ച് ക്ലാസ്സിലിരുത്തിയാലേ നന്നാവൂ എന്ന് കരുതുന്ന മാഷും കുട്ടികളോട് വടിയുടെ ഭാഷയിലല്ല സംസാരിക്കേണ്ടതെന്ന് കരുതുന്ന മറ്റൊരു മാഷും ഇതേ വിദ്യാലയത്തിൽ തന്നെയുള്ളവരാണ്. കുട്ടികളെക്കാൾ രക്ഷിതാക്കൾക്കുള്ള സിനിമയായിരുന്നു വാഴയെങ്കിൽ വാഴ 2 കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെയുള്ള ചിത്രമാണ്. സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ചിത്രം പതിയെ ഇമോഷണൽ ഡ്രാമയിലേക്ക് ട്രാക്ക് മാറ്റുകയാണ്. വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ശക്തി പ്രാപിക്കുന്നുണ്ട്. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരുപിടി നല്ല രംഗങ്ങൾ ചിത്രത്തിന്റെ ആദ്യ പകുതിയിലുണ്ടെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആൺകുട്ടികളുടെ മാനസിക സംഘർഷങ്ങളും ഒരു പ്രായത്തിൽ അവർ തന്നെ ചെയ്ത കാര്യങ്ങളോർത്തുള്ള കുറ്റബോധവും തൊഴിലിനായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സ്ട്രഗിളുമൊക്കെ എല്ലാ തലമുറയ്ക്കും കണക്റ്റ് ആകുന്നതാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിലെ ഗ്രാമത്തിൽ നിന്നും UAE-യിലേക്കും യൂറോപ്പിലേക്കും സഞ്ചരിക്കുന്ന വാഴ 2 അവിടുത്തെ ചില ജീവിതങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വെറുമൊരു കോമഡി ഫീൽ ഗുഡ് ചിത്രത്തിനപ്പുറം പല മെസ്സേജുകളും വാഴ 2 നൽകുന്നുണ്ട്. അതേസമയം നീണ്ടുപോകുന്ന സംഭാഷണങ്ങളും ഉപദേശങ്ങളുമെല്ലാം അത്രയ്ക്കങ്ങ് വേണോ എന്ന് ചിലർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പറയാനുള്ള വർത്തമാനങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സിനിമ കണ്ട് കുട്ടികൾ മോശമാകുന്നു എന്ന സ്ഥിരം പരാതിക്ക് പരിഹാരമായി സിനിമ കണ്ട് കുട്ടികൾ നന്നാവട്ടെ എന്ന് പറയുന്നവരും വിരളമല്ല. കഥ പ്രഡിക്റ്റബിൾ ആകുമ്പോഴും മേക്കിങ്ങിൽ പുതുമ നിലനിർത്താൻ സാധിച്ചെടുത്താണ് ചിത്രം വിജയിച്ചത്. വിപിൻ ദാസിന്റെ തിരക്കഥയെക്കുറിച്ചും സവിൻ എസയുടെ സംവിധാനത്തെക്കുറിച്ചും തന്നെയാണ് സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും പറയാനുള്ളത്. ചിത്രത്തിൽ ഹാഷിറിന്റെ എൻട്രിക്ക് കിട്ടുന്ന കയ്യടി തിയേറ്ററിൽ ആവേശം നിറയ്ക്കുന്നുണ്ട്. എക്സ്പ്രഷനിലൂടെയും സംഭാഷണത്തിലൂടെയും ഡയലോഗ് ഡെലിവറിയിലൂടെയും ചിരിപ്പിക്കുന്ന ഹാഷിർ ഇമോഷണൽ രംഗങ്ങളും കയ്യടക്കത്തോടെ തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം കട്ടയ്ക്ക് തന്നെ അലനും അജിനും വിനായകനും ഒപ്പമുണ്ട്. തങ്ങളുടെ ആദ്യ സിനിമയാണിതെന്ന് തോന്നിക്കാത്ത വിധം ബിഗ് സ്ക്രീനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിച്ചതാണ് പ്രധാന വിജയം. യുറേക്ക എന്ന യൂട്യൂബ് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയ ദേവരാജും സിനിമയിൽ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച അഭിനേതാക്കളും അവരുടെ ഭാഗം ഭംഗിയായി ചെയ്തു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ കഴിവ് തെളിയിച്ച യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുമ്പോൾ സൂപ്പർ താരങ്ങളുടെ അഭാവം തെല്ലും സിനിമയെ ബാധിക്കുന്നില്ല. വലിയ മുതൽ മുടക്കില്ലാതെ ഇറങ്ങുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ പ്രത്യേകത തന്നെയാണ്. ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തിനും നിറഞ്ഞ കയ്യടിയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. വിനായകന്റെയും ബിജുക്കുട്ടന്റെയും പോലെ തന്നെ സുധീഷ്, അലൻ, വേദശങ്കർ കോമ്പിനേഷനും പ്രേക്ഷകരുടെ മനം കവർന്നു. സുധീഷ്, ബിജുക്കുട്ടൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളുടെ അച്ഛൻ വേഷങ്ങളിലെത്തിയത്. അവരുടെ ഇമോഷണൽ രംഗങ്ങൾ പ്രേക്ഷകരെ നിശബ്ദരാക്കി. അനൗൺസ്മെന്റ് മുതൽ പ്രതീക്ഷയുണർത്തിയ ചിത്രം പ്രേക്ഷകരെ തെല്ലും നിരാശരാക്കിയിട്ടില്ല. ചിത്രത്തിന്റെ ട്രെയിലർ മുതൽ അൽഫോൻസ് പുത്രന്റെ രംഗത്തിനും പ്രേമം സിനിമയുടെ റെഫറൻസിനും വലിയ ഹൈപ്പ് ലഭിച്ചിരുന്നു. അതിനാൽ തന്നെ അൽഫോൻസ് പുത്രന്റെ വരവ് മുതൽ പടത്തിന്റെ വൈബ് മാറുന്നുണ്ട്. കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലുടനീളം ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. സംവിധാനം മാത്രമല്ല, അഭിനയവും തന്റെ കൈകളിൽ ഭദ്രമാണെന്ന് വാഴ 2-ലൂടെ അൽഫോൻസ് പുത്രൻ വീണ്ടും തെളിയിച്ചു. അജു വർഗീസിന്റെ മനോജ് മാഷും വിജയ് ബാബുവിന്റെ മുജീബ് മാഷും പ്രശംസകൾ നേടി. സിനിമയുടെ അണിയറ കാഴ്ചയിലേക്ക് പോകുമ്പോൾ അഖിൽ ലൈലുസുരന്റെ ക്യാമറ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. സിനിമയെ അതിന്റെ വിശാലതയിൽ മാത്രമല്ല കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും മനസ്സിലൂടെയും കാണാൻ ഛായാഗ്രഹണം വഴിയൊരുക്കുന്നു. അതോടൊപ്പം കണ്ണൻ മോഹൻ ചേർത്തുവെച്ച ദൃശ്യങ്ങളും സിനിമയുടെ തലമുയർത്താൻ സഹായിക്കുന്നുണ്ട്. WBTS പ്രൊഡക്ഷൻസ്, ഇമാജിൻ സിനിമാസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോസ്, ഐക്കൺ സ്റ്റുഡിയോസ്, ഷൈൻ സ്ക്രീൻസ് എന്നീ ബാനറുകളിൽ വിപിൻ ദാസ്, ഹാരിസ് ദേശം, സാഹു ഗാരപ്പാട്ടി, PB അനീഷ്, ആദർശ് നാരായൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൻ മോഹന്റെ എഡിറ്റിംഗും ചിത്രത്തിന്റെ എടുത്തു പറയേണ്ട പ്രധാന ഘടകങ്ങളിലൊന്നാണ്. സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയുള്ള സിനിമയായിരിക്കും വാഴ 2 എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം പോലെ 10 ഗാനങ്ങളുള്ള ചിത്രത്തിൽ 9 സംഗീത സംവിധായകരാണ് അണിനിരുന്നത്. മലയാളി മങ്കീസ്, രജത് പ്രകാശ്, പർവതീഷ് പ്രദീപ്, റമീസ് RC, മുത്തു, ആർക്കഡോ, ജസീർ മുഹമ്മദ്, അശ്വിൻ ആര്യൻ ആൻഡ് ഇലക്ട്രോണിക് കില്ലി എന്നിവരാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത്. അങ്കിത് മേനോനാണ് മ്യൂസിക് സൂപ്പർവിഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള ഗാനത്തിന്റെ ദൈർഘ്യം ചെറിയ തോതിൽ അരോചകമായി തോന്നിയെന്നും പ്രേക്ഷകർ പറയുന്നു. ഏപ്രിൽ 2-ന് ആഗോളതലത്തിൽ റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോഴും ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുകയാണ്. പ്രേക്ഷകരിൽ നിന്ന് വരുന്ന വലിയ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ചിത്രത്തിന് ഗുണമാകുന്നുണ്ട്. വാഴ 2 തിയേറ്ററുകളിലേക്ക് എത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷനാണ് സ്വന്തമാക്കുന്നത്. 4 ദിവസം കൊണ്ട് മാത്രം ആഗോളതലത്തിൽ നിന്ന് 62.95 കോടി രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയത്. ഇതേസമയം ഇന്ത്യയിലെ മൊത്തം ഗ്രോസ് കളക്ഷൻ 29.7 കോടി രൂപയായി ഉയരുകയും ചെയ്തു. വിദേശത്തു നിന്ന് മാത്രം 33.25 കോടി രൂപയാണ് ഈ സമയങ്ങളിൽ ചിത്രം നേടിയത്. ആദ്യ ഭാഗത്തിന്റെ തുകയെയാണ് 4 ദിവസത്തിനുള്ളിൽ ചിത്രം മറികടന്നത്. അവധിക്കാലമായതിനാൽ പ്രായഭേദമന്യേ തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നത് ചിത്രത്തിന് ഗുണകരമാകുന്നുണ്ട്.
ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിവസം 1173 ഷോകളിലായി 4.75 കോടി രൂപയാണ് കളക്ഷനായി നേടിയത്. മാത്രമല്ല ചിത്രം ഇപ്പോൾ വമ്പന്മാരുടെ റെക്കോർഡുകൾ ഒന്നൊന്നായി തിരുത്തി കുറിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വീക്കെൻഡ് കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിലാണ് വാഴ 2 ഇടം പിടിച്ചിരിക്കുന്നത്. ചിത്രം ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയത് 8 കോടി രൂപയാണ്. കേരളത്തിൽ ഒരൊറ്റ ദിവസത്തിൽ 8 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയവരുടെ പട്ടികയിലാണ് വാഴ 2 ഇടം നേടിയിട്ടുള്ളത്. കേരളത്തിൽ ഒരൊറ്റ ദിവസത്തിൽ 8 കോടിയിലധികം നേടിയ ചിത്രമുള്ള മറ്റു 3 താരങ്ങളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. മോഹൻലാൽ, വിജയ്, രജനികാന്ത് എന്നിവരാണവർ. എമ്പുരാൻ, ലിയോ, കൂലി എന്നിവയാണ് വാഴയ്ക്ക് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയ ചിത്രങ്ങൾ. എന്നാൽ കൂലിയുടെ നേട്ടം റിലീസ് ദിനത്തിലായിരുന്നു. എമ്പുരാനും ലിയോയും റിലീസ് ദിനത്തിന് ശേഷവും 8 കോടിക്ക് മുകളിൽ ഒറ്റ ദിനം കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ട്. ആ ക്ലബിലേക്കാണ് വാഴ 2 എത്തിയിരിക്കുന്നത്. വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത് ഒരു സിനിമയുടെ ആത്മാവിനെ എത്രത്തോളം നശിപ്പിക്കുമെന്ന് നമുക്കറിയാം. തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം നടത്തുന്നതിനിടെ പല ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പുകൾ ഇറങ്ങിയത് നമ്മൾ പലതവണ കണ്ടിട്ടുമുണ്ട്. ഈ പ്രതിസന്ധി ഇപ്പോൾ വാഴ 2-നും ഉണ്ടായിരിക്കുകയാണ്. ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങൾ ഉൾപ്പെടെയുള്ളവ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുന്നതായാണ് ഉയരുന്ന വിമർശനം. തിയേറ്ററുകളിൽ നിന്നും മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോകളാണ് ഇൻസ്റ്റാഗ്രാം റീലുകളായും പോസ്റ്റുകളായും പുറത്തുവരുന്നത്. ഹാഷിർ, അലൻ, വിനായക്, അജിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ വാഴ 2 ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ്. സാധാരണക്കാരുടെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന പ്രമേയമായതിനാൽ തന്നെ മികച്ച പ്രേക്ഷക പിന്തുണയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. എന്നാൽ ഈ വിജയത്തിനിടയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും ആരാധകരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചിത്രത്തിലെ പല സുപ്രധാന രംഗങ്ങൾ ഉൾപ്പെടെയുള്ളവ സമൂഹമാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുകയാണ്. തിയേറ്ററുകളിൽ നിന്നും മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോകളാണ് ഇൻസ്റ്റഗ്രാം റീലുകളായും പോസ്റ്റുകളായും പുറത്തുവരുന്നത്. സ്പോയിലർ അലേർട്ട് നൽകിയും അല്ലാതെയും സിനിമയിലെ നിർണായക നിമിഷങ്ങൾ ഇത്തരത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത് സിനിമയുടെ ആസ്വാദനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പലരും വിമർശനം ഉന്നയിക്കുന്നു. വെറും 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ക്ലിപ്പുകൾ മുതൽ സിനിമയുടെ ക്ലൈമാക്സ് വരെയുള്ള ഭാഗങ്ങൾ ഇത്തരത്തിൽ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പൈറസിക്ക് സമാനമായ ഈ പ്രവണത സിനിമയോടുള്ള ക്രൂരതയാണെന്ന് സിനിമാ പ്രേമികൾ പറയുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. സിനിമ കാണാത്തവർ തിയേറ്ററിൽ പോകുന്നതിന് പകരം ഇൻസ്റ്റഗ്രാം തുറന്നാൽ മതിയെന്ന പരിഹാസവും ശക്തമാണ്. വ്യാജ പതിപ്പുകൾ ഇറക്കുന്നവരും തിയേറ്ററുകളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നും ഇത്തരക്കാർക്കെതിരെ അണിയറ പ്രവർത്തകർ എത്രയും വേഗം നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രേക്ഷകരുടെ ആവശ്യം. വിഷയത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് പാട്രിയറ്റ്. 19 വർഷങ്ങൾക്ക് ശേഷം താരരാജാക്കന്മാർ ഒരുമിക്കുമ്പോൾ പ്രേക്ഷകരും പ്രതീക്ഷയിലാണ്. മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതോടെ പ്രേക്ഷകരുടെ ആകാംക്ഷ വാനോളം എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ആക്ഷനും ഡ്രാമയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സിനിമയാകും എത്തുന്നതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് പാട്രിയറ്റ്. 19 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നതിനാൽ തന്നെ പ്രേക്ഷകരുമേറെ പ്രതീക്ഷയിലാണ്. ഇത്രയും വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തുന്നതിനാൽ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ടീം ഒന്നിച്ച് അഭിനയിക്കുന്ന ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് ആയിരിക്കും ഇവരുടെ കോമ്പിനേഷൻ രംഗങ്ങൾ. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈ മൾട്ടി സ്റ്റാർ സിനിമയിൽ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു പിന്നാലെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ആക്ഷനും ഡ്രാമയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സിനിമയാകും എത്തുന്നതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായിരിക്കുന്ന പാട്രിയറ്റ് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കിടിലൻ ഫൈറ്റുകളും ട്രെയിലർ ഉറപ്പു നൽകുന്നുണ്ട്. ഒപ്പം ഫഹദ് ഫാസിലിനും കുഞ്ചാക്കോ ബോബനും നയൻതാരയ്ക്കും ശക്തമായ വേഷം തന്നെ സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയും ട്രെയിലറിലൂടെ വ്യക്തമാണ്. ഏപ്രിൽ 23 ആഗോളതലത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തുക. അതേസമയം ചിത്രത്തിൽ താൻ വില്ലൻ വേഷമാണ് അവതരിപ്പിക്കുന്നതെന്ന് ഫഹദ് ഫാസിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ചടങ്ങിൽ വെച്ച് പ്രേക്ഷകരോട് സംസാരിക്കവെയാണ് ഫഹദ് അപ്ഡേറ്റ് പുറത്തുവിട്ടത്. ഒരുപാട് സർപ്രൈസുകളുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് പാട്രിയറ്റ് എന്നും സിനിമയിൽ ഫാൻ മൊമെന്റുകൾ ഉറപ്പായും ഉണ്ടാകുമെന്നും സംവിധായകൻ മഹേഷ് നാരായണനും വ്യക്തമാക്കിയതാണ്. വിമത ശബ്ദങ്ങൾ ദേശസ്നേഹത്തിന്റേതാണ്. ദേശദ്രോഹികൾ നിറയുന്ന ഈ ലോകത്ത് ഒരു ദേശസ്നേഹിയാകൂ എന്ന കുറിപ്പോടെയാണ് സിനിമയിലെ അഭിനേതാക്കളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടിരുന്നത്.
ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. CR സലിം പ്രൊഡക്ഷൻസ്, ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്നീ ബാനറുകളിൽ CR സലിം, സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം. ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ശ്രീലങ്ക, അസർബൈജാൻ, ഡൽഹി, ഷാർജ, കേരളത്തിലെ വിവിധ ലൊക്കേഷനുകൾ, ലഡാക്ക്, ഹൈദരാബാദ്, UK എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. മാനുഷ് നന്ദൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സുഷിൻ ശ്യാമാണ്. മഹേഷ് നാരായണൻ, രാഹുൽ രാധാകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. വെക്കേഷൻ റിലീസ് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ കളക്ഷനുകൾ നേടാനാകുമെന്നാണ് പ്രതീക്ഷ. ജിനു ജോസഫ്, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബെലവാഡിയും ചിത്രത്തിന്റെ താരനിരയിലുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ 2. തമിഴിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആകാൻ സാധ്യതയുള്ള ചിത്രത്തിന്റെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായെന്ന വിവരം രജനീകാന്ത് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് നെൽസൺ ദിലീപ് കുമാർ രജനീകാന്ത് ചിത്രമായ ജയിലർ 2വിന്റെ വരവിനായി കാത്തിരിക്കുന്നത്. ടൈഗർ മുത്തുവേൽ പാണ്ടിനായി രജനീകാന്ത് എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം വമ്പൻ വിജയമാണ് നേടിയത്. സിനിമയിൽ നിരവധി ക്യാമിയോ റോളുകൾ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത്. ബോളിവുഡ് ബാദ്ഷാ ഷാറൂഖ് ഖാനും ക്യാമിയോ വേഷത്തിൽ എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സിനിമയെക്കുറിച്ച് നടൻ രജനീകാന്ത് പങ്കുവച്ച അപ്ഡേറ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജയിലർ 2വിന്റെ ചിത്രീകരണം പൂർത്തിയായി എന്ന വിവരമാണ് സൂപ്പർ സ്റ്റാർ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായ വിവരം താരം അറിയിച്ചത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം ഒരുപിടി മലയാളി അഭിനേതാക്കളും ഭാഗമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, അന്ന രേഷ്മ രാജൻ, വിനീത് തട്ടിൽ, സുനിൽ സുഖദ, സുജിത് ശങ്കർ എന്നിവരാണ് ഈ താരങ്ങൾ. തമിഴിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആകാൻ സാധ്യതയുള്ള പ്രൊജക്ടാണ് ജയിലർ 2 എന്ന് സിനിമ അനലിസ്റ്റുകൾ ഉൾപ്പെടെ പറയുന്നു. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാകും രണ്ടാം ഭാഗവും. അതേസമയം രണ്ടാം ഭാഗം വരുമ്പോൾ മോഹൻലാലിന്റെ മാത്യു എന്ന ഡോൺ കഥാപാത്രം ഉണ്ടാവുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി 600 കോടിയിലധികം രൂപയാണ് ആദ്യ ഭാഗം നേടിയത്. രജനീകാന്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ജയിലർ. അതേസമയം രജനീകാന്തും കമൽഹാസനും ഒന്നിച്ചെത്തുന്ന മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റും രജനീകാന്ത് പങ്കുവച്ചിട്ടുണ്ട്. സിനിമയുടെ ചിത്രീകരണം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്നും KHXRK എന്നാണ് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിത്രം റെഡ് ജെയിൻ മൂവീസിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തെന്നിന്ത്യയിലെ മുൻനിര സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നത്. ഇതോടെ ജയിലർ ടീമും കമൽഹാസനും ഒന്നിക്കുമ്പോൾ വലിയൊരു സിനിമാ വിരുന്ന് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. മാർക്കോ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന ചിത്രമാണ് കാട്ടാളൻ. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങുന്ന ഓരോ അപ്ഡേറ്റുകളും ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ പുറത്തിറങ്ങിയ കാട്ടാളന്റെ തീം മ്യൂസിക് ശ്രദ്ധേയമാവുകയാണ്. സംഗീത സംവിധായകൻ രവി ബസൂർ ഒരുക്കിയ തീം മ്യൂസിക് വലിയ പ്രശംസകളാണ് പ്രേക്ഷകരിൽ നിന്ന് നേടുന്നത്. മെയ് മാസത്തിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലെത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയ്ക്കായി സംഗീത സംവിധായകൻ രവി ബസ്രൂർ ഒരുക്കിയ തീം മ്യൂസിക് പുറത്തിറക്കിയിട്ടുണ്ട്. മാർക്കോയ്ക്ക് ശേഷമാണ് വീണ്ടും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമായി രവി ബസ്രൂർ സഹകരിക്കുന്നത്. പാൻ ഇന്ത്യൻ സിനിമകളിൽ തന്റെ പവർഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൊണ്ട് തരംഗം സൃഷ്ടിച്ച രവി ബസ്രൂർ കാട്ടാളനിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന സൂചനയാണ് തീം മ്യൂസിക് നൽകുന്നത്. മെയ് മാസത്തിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമായി വീണ്ടും കൈകോർക്കുന്നുവെന്ന വാചകങ്ങളുമായി കഴിഞ്ഞ ദിവസം രവി ബസ്രൂറിനെ കാട്ടാളനിലേക്ക് സ്വാഗതം ചെയ്തുള്ള വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകൻ അജനീഷ് ലോക്നാഥും കാട്ടാളനിൽ സംഗീതമൊരുക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് രവി ബസ്രൂർ. കന്നഡ സിനിമയെ ആഗോളതലത്തിലെത്തിച്ചതിൽ രവിയുടെ പശ്ചാത്തല സംഗീതം വഹിച്ച പങ്ക് വളരെ വലുതാണ്. KGF, സലാർ തുടങ്ങിയ സിനിമകളിലെ സംഗീതം തന്നെ അതിനുദാഹരണമാണ്. മാർക്കോയിലൂടെ മലയാളത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന യശ് ചിത്രമായ ടോക്സിക് ആണ് അദ്ദേഹത്തിന് വരാനിരിക്കുന്ന വമ്പൻ പ്രൊജക്ട്.
ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമായുള്ള രവി ബസ്രൂറിന്റെ രണ്ടാമത്തെ സഹകരണമാണിത്. രവിയുടെ സംഗീതം കാട്ടാളൻ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. സംഗീതപ്രേമികളൊന്നടങ്കം ഈ മാന്ത്രിക സംഗീതത്തിനായി കാത്തിരിക്കുകയാണ്. 140 ദിവസത്തെ ഷെഡ്യൂളിന് ശേഷം അടുത്തിടെയാണ് കാട്ടാളൻ പാക്കപ്പ് ആയത്. ടി സീരീസാണ് സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഷിമാരുവാണ് ഡിജിറ്റൽ ആൻഡ് സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടർ പാർട്ണർ. വമ്പൻ സാങ്കേതിക മികവോടെയും വമ്പൻ ബജറ്റോടെയും എത്തുന്ന ചിത്രം മലയാളത്തിലെ തന്നെ മികച്ചൊരു ദൃശ്യവിസ്മയമാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ തന്റേതായ ഇടം നേടിയെടുത്ത ദുഷാര വിജയനാണ് ചിത്രത്തിലെ നായിക. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളുമടക്കം വലിയൊരു താരനിര തന്നെ ഒരുമിക്കുന്നുണ്ട്. പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ് എന്നിവരെയും ജഗദീഷ് സിദ്ദിഖ്, ആൻസൺ പോൾ, രാജ് തിരൺദാസു, ഷോൺ ജോയ് തുടങ്ങിയ ശ്രദ്ധേയ താരങ്ങളെയും റാപ്പർ ബേബി ജീനെയും ഹനാൻ ഷായെയും കിൽ താരം പാർത്ഥിവ് തിവാരിയെയും ലോക ഫെയിം ഷിവിനസ് രാഘവനെയും ഹിപ്സ്റ്റർ പ്രണവ് രാജിനെയും കോൾമി വെനത്തെയും ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തിടെ പോസ്റ്ററുകൾ എത്തിയിരുന്നതും വലിയ ശ്രദ്ധ നേടിയിരുന്നു. സിനിമയുടെ ചിത്രീകരണത്തിന് തായ്ലൻഡിലായിരുന്നു തുടക്കം കുറിച്ചത്. ഓങ് ബാക്ക് 2, ബാഹുബലി 2 കൺക്ലൂഷൻ, ജവാൻ, ബാഗി 2, പൊന്നിയൻ സെൽവൻ പാർട്ട് 1 തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോക പ്രശസ്തരായ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കെമ്പടിക്കയാണ് ചിത്രത്തിൽ ആക്ഷൻ ഒരുക്കുന്നത്. ലോക പ്രശസ്ത തായ്ലൻഡ് മാർഷൽ ആർട്സ് ചിത്രമായ ഓങ് ബാക്കിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കെമ്പടിക്കയുടെ നേതൃത്വത്തിലുള്ള ടീമിനൊപ്പമാണ് കാട്ടാളൻ ഷൂട്ട് ആരംഭിച്ചിട്ടുള്ളത്. പോൾ ജോർജ്, ജോബി വർഗീസ്, ജെറോ ജേക്കബ് എന്നിവരാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഉണ്ണിയാറാണ് സംഭാഷണം ഒരുക്കിയത്. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിന്റെ എഡിറ്റർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ടൊവിനോ തോമസ്, ഡിജോ ജോസ് ആന്റണി കൂട്ടുകെട്ടിലെത്തുന്ന പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 11:11 ട്രെയിലർ എത്തിയത്. ഏപ്രിൽ 10 സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകിയതോടെ റിലീസ് നീട്ടിവെച്ചിട്ടുണ്ട്. ഏപ്രിൽ 15 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഈ വർഷത്തെ വമ്പൻ വിഷു റിലീസായി എത്തുന്ന ടൊവിനോ തോമസ്, ഡിജോ ജോസ് ആന്റണി കൂട്ടുകെട്ടിന്റെ പീരിയഡ് ഡ്രാമ ത്രില്ലറായ പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 11:11 അണിയറ പ്രവർത്തകർ ട്രെയിലർ പുറത്തുവിട്ടത്. ഏപ്രിൽ 10 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ 5 ഭാഷകളിൽ പ്രദർശനത്തിനെത്തുന്ന ചിത്രം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ത്രില്ലിംഗും ടൊവിനോയുടെ ആക്ഷൻ പരിവേഷവും ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകന്റെ മേക്കിംഗ് ക്വാളിറ്റിയും ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ഫിലിംസിന്റെ ബാനറിൽ നൌഫലും ബ്രിജീഷും, CQ ബ്രോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ചരൺ, ചാണുക്യ, ചൈതന്യ എന്നിവരും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. TS സുരേഷ് ബാബുവാണ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. ജെയ്ക്സ് ബിജയുടെ സംഗീതത്തിലൊരുങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാട്ടുചെമ്പകം എന്ന ഗാനം യൂട്യൂബിൽ 15 മില്യണും ഇൻസ്റ്റഗ്രാമിൽ 1 ലക്ഷം റീൽസുമായി മുന്നേറുമ്പോൾ അതിനുശേഷം പുറത്തിറങ്ങിയ മാവീര എന്ന ഗാനവും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. 1950-60 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് പള്ളിച്ചട്ടമ്പി പറയുന്നത്. സൗത്ത് ഇന്ത്യൻ സെൻസേഷൻ കയാതു ലോഹറാണ് പള്ളിച്ചട്ടമ്പിയിൽ നായികയായി എത്തുന്നത്. വിജയരാഘവൻ, TG രവി, സുധീർ കരമന, ബാബുരാജ്, സിദ്ദിഖ്, ജോണി ആന്റണി, നിബ്രാസ് നൌഷാദ്, വിനോദ് കെടാമംഗലം, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഡിജോ ടോബിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മേഘാശ്യാമും തൻസീറുമാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി സിനിമാ തട്ടകം അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.